ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമാക്ക് പോകണം. ഉച്ചയ്ക്ക് ശേഷമാണ് ഡ്യൂട്ടിക്ക് കയറേണ്ടത്. ഞാൻ കുറച്ച് നേരത്തെ തന്നെ പള്ളിയിലേക്ക് ഇറങ്ങി, ഒരു 12 കാലാകുമ്പം തന്നെ ഇറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല വെയിൽ, അത്യാവശ്യം ചൂടുമുണ്ട്. സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് ഒരുപാട് പൂവുകൾ ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. ഈ വീട്ടിലെ പൂവാണിത്. അങ്ങനെ ഞാൻ നേരെ പള്ളിയിലേക്ക് നടക്കാൻ തുടങ്ങി. തണുപ്പ് പോലെ തന്നെ ഇവിടെ ചൂട് സ്റ്റാർട്ടായാലും അത്യാവശ്യം നല്ല ചൂടായിരിക്കും. അങ്ങനെ ഞാൻ നേരെ നടക്കാൻ തുടങ്ങി. ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. ജുമാ ദിവസം കുറച്ച് നേരത്തെ പള്ളിയിൽ കയറി ഇരിക്കുമ്പോൾ ഭയങ്കര റിലാക്സാണ്. അങ്ങനെ ഇവിടെയും കുറച്ച് പൂക്കളുണ്ടായിരുന്നു. ഇതാണ് പള്ളി. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ നേരെ അകത്തേക്ക് കയറി. നേരെ അടിയിലേക്കാണ്, അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോയത്, മേലെയല്ല. അങ്ങനെ ഷൂ ഒക്കെ ഊരി അകത്തേക്ക് വെച്ചു. ഉളു കൊടുത്തിട്ട് വന്നുകൊണ്ട് അകത്തേക്ക് കയറി. ഇതാണ് പള്ളിയുടെ ഉൾഭാഗം. അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല. ആൾക്കാരൊക്കെ വന്ന ആൾക്കാർ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. ഇതാണ് മെയിൻ സ്ക്രീന് മേലത്തെ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആൾക്കാർ കൂടാൻ തുടങ്ങി. ഒരുപാട് പേര് വന്നു. ഒരുപാട് രാജ്യക്കാരുണ്ട്. അങ്ങനെ ഹുതുബ സ്റ്റാർട്ട് ചെയ്തു. ഹുതുബൊക്കെ കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. നിസ്കാരം തുടങ്ങി. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് കൈ കൊടുക്കുന്നു, സംസാരിക്കുന്നു, നാട്ടിലെ പോലെ. അങ്ങനെ നേരെ റൂമിലേക്ക് പോവാണ്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഡ്യൂട്ടിക്ക് പോകണം. അങ്ങനെ നേരെ റൂമിലേക്ക് കയറി ഉടനെ നേരെ കിച്ചണിലേക്ക് വന്നു. ഇന്നലെ രാത്രി ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കാമെന്ന് വിചാരിച്ചു. അത് ചൂടാക്കി. അപ്പോൾ ചോറാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി ചോറാക്കിയിട്ടുണ്ടായിരുന്നു, ബസ്മതി റൈസ്. അങ്ങനെ കറിയും ചൂടാക്കി. അതിൻ്റെ കൂടെ പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവിടുത്തെ പപ്പടം, നാട്ടിലത്തെ പോലത്തെ അല്ല, കുറച്ച് നേരിയ പപ്പടമാണ്. അങ്ങനെ ഒരു 2-3 എടുത്തിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ സമയം ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് സ്പീഡാക്കി. അങ്ങനെ നേരെ കുറച്ച് തൈരുണ്ടായിരുന്നു, തൈരും കൂട്ടിയിട്ട് വേഗം ചോറ്, ചിക്കൻ കറി, പപ്പടം. അങ്ങനെ ഇത് വേഗം കഴിച്ചിട്ട് ഇനി പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.